ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് സെക്കൻഡ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ പിക്ചർ. നെയിം ദ പാർട്ട് ഓഫ് ദ ഐ വേർ ദ ഇമാജിൻ ഫോംസ്. എന്താണ്? പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം ഏത്? എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ കൂട്ടുകാരെ. പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം യെസ്, നമുക്കറിയാം ഏതാണ്? അതെ, റെറ്റിന. ആൻസർ എന്താണ്? റെറ്റിന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Though the image formed in our eyes in an inverted position, we see the object in a real erect position. Why? പ്രതിബിംബം തല കീഴായത് കണ്ണിൽ രൂപപ്പെടുന്നെങ്കിലും വസ്തുവിനെ നിവർന്നതായി കാണുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ദ ഓപ്റ്റിക് നെർവ് സെൻഡ് ദിസ് ഇമേജ് ടു ദ ബ്രെയിൻ. ദ ബ്രെയിൻ എനാബിൾസ് ദ വിഷൻ ഓഫ് ദ റിയൽ ഇറക്റ്റ് ഇമേജ്. എന്താണ്? നേത്രനാഡികൾ പ്രതിബിംബത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. എന്താണ്? ദ ഓപ്റ്റിക് നെർവ് സെൻഡ് ദിസ് ഇമേജ് ടു ദ ബ്രെയിൻ. അതായത് നേത്രനാഡികൾ എന്ത് ചെയ്യുന്നു? പ്രതിബിംബത്തെ തലച്ചോറിലെത്തിക്കുന്നു. ദ ബ്രെയിൻ എനാബിൾസ് ദ വിഷൻ ഓഫ് ദ റിയൽ ഇറക്റ്റ് ഇമേജ്. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എനി ടു സജഷൻ റിലേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. കണ്ണുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 നിർദ്ദേശങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഡു നോട്ട് റബ് ഓർ ബ്ലോ ഇഫ് ഡസ്റ്റ് ഫോൾ ഇൻ ടു ദ ഐസ്. ജസ്റ്റ് വാഷ് വിത്ത് കോൾഡ് വാട്ടർ. അതായത് കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. ദ ഡു നോട്ട് റീഡ് ഡിം ലൈറ്റ് ഓർ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓർ വൈൽ ട്രാവലിംഗ് ഇൻ എ ബസ്. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമിൻ ദ ഗിവൺ പിക്ചേഴ്സ്. ഫിലമെന്റ് ബൾബിൻ്റെ പിക്ചർ ഉണ്ട്, LED ബൾബുണ്ട് അല്ലേ. നോക്കൂ. ദ പിക്ചർ ഓഫ് 2 bulbs പ്രൊവൈഡിങ് ഓൾമോസ്റ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് ആർ ഗിവൺ എബോവ്. ഇഫ് ബോത്ത് ഓഫ് ദം ആർ യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഫോർ 5 hours, വിച്ച് എമംഗ് ദം കൺസ്യൂം മോർ ഇലക്ട്രിസിറ്റി? വൈ? ഏകദേശം ഒരേ പ്രകാശം ലഭിക്കുന്ന 2 ബൾബുകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2 വൈദ്യുത ബൾബുകളും 5 മണിക്കൂർ വീതം പ്രകാശിപ്പിക്കുന്നു. എങ്കിൽ ഏത് ബൾബായിരിക്കും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ബൾബാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്? അതെ, ഫിലമെൻറ്റ് ബൾബാണല്ലേ. എന്താണ് കാരണം? എന്താണ്? യെസ്, ഫിലമെൻറ്റ് ബൾബ് റിക്വയേഴ്സ് മോർ ഇലക്ട്രിസിറ്റി ടു വർക്ക്. അതായത് ഫിലമെൻറ്റ് ബൾബ് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. ദെൻ ഫിലമെൻറ്റ് ബൾബ് റിലീസ് മോർ ഹീറ്റഡ് ബൾബ് കോസ് ലോസ് ഓഫ് എനർജി. ഫിലമെൻറ്റ് ബൾബ് പ്രവർത്തിക്കുമ്പോൾ എന്താണ്? കൂടുതൽ ചൂട് പുറത്ത് വിടുന്നു. ചൂടാകുന്ന ബൾബ് എന്ത് വരുത്തുന്നു? ഊർജ്ജ നഷ്ടം വരുത്തുന്നു. എന്തൊക്കെയാണ്? ഫിലമെൻറ്റ് ബൾബ് റിലീസ് മോർ ഹീറ്റ്. അതായത് ഫിലമെൻറ്റ് ബൾബ് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ചൂട് പുറത്ത് വിടുന്നു. ഹീറ്റഡ് ബൾബ് കോസ് ലോസ് ഓഫ് എനർജി. ചൂടാകുന്ന ബൾബ് എന്ത് വരുത്തുന്നു? ഊർജ്ജനഷ്ടം വരുത്തുന്നു. Okay, the next question നോക്കൂ. For the production of energy in our body, not only food but also respiration is necessary. Do you agree with this statement? Why? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ശരീരത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആഹാരം മാത്രം പോരാ, ശ്വസനവും വേണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കൂട്ടുകാർ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാമല്ലേ. ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് യോജിക്കുന്നു. യോജിക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് എഴുതാം. In our body, food reacts with oxygen to produce energy. Then oxygen enters our body through breathing. അതായത് നമ്മുടെ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. നമുക്ക് എഴുതാം. എന്താണ്? ഇൻ അവർ ബോഡി ഫുഡ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി. അതായത് നമ്മുടെ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ദെൻ ഓക്സിജൻ എൻറ്റേഴ്സ് അവർ ബോഡി ത്രൂ ബ്രീത്തിങ്. ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഒബ്സർവ് ദ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ വുമൺ വൈൽ കുക്കിംഗ്.
എന്താണ് ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ എന്തിലാണ് കൂട്ടുകാരെ വീട്ടമ്മ പാചകം ചെയ്യുന്നത്? വിറകടുപ്പിലാണല്ലേ. ഓക്കെ, നോക്കൂ. വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ദ ഫയർവുഡ് സ്റ്റൗ ടു ഓവർകം ദസ് ഡിഫിക്കൽട്ടീസ്? ഗിവ് യുവർ സജഷൻ. എന്താണ്? ഇവ തരണം ചെയ്യാൻ വിറകടുപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? അതെ, എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത്. എന്താണ്? വായു സഞ്ചാരം സുഗമമാക്കണം. ദെൻ എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ വിറക് അടുപ്പിൽ കുത്തി നിറയ്ക്കരുത്. ഡു നോട്ട് പാക്ക് ദ സ്റ്റവ് വിത്ത് എക്സസ് ഫയർവുഡ്. ദെൻ തേർഡ് എഴുതാം, ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ്. അതുപോലെ എന്താണ്? വിറക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ വെക്കണം. ദെൻ ക്ലീൻ ദ സ്റ്റവ് എവറി ഡേ. ക്ലീൻ ദ ചിമ്മിണി വൺസ് എ മന്ത്. എന്താണ്? ദിവസവും അടുപ്പ് വൃത്തിയാക്കണം. മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യണം? പുകക്കുഴൽ വൃത്തിയാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് എ ആൻഡ് ബി ഇൻ ദ പിക്ചർ. പിക്ചറിൽ, അതായത് ചിത്രത്തിൽ എ ബി എന്നീ ഭാഗങ്ങളുടെ പേരെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എ എന്താണ്? അതെ, റെറ്റിന. ബി ലെൻസ് ആണല്ലേ. എ റെറ്റിന, ബി ലെൻസ്. ദെൻ നോക്കൂ, ഹൗ ഡു വി സി? എക്സ്പ്ലെയിൻ. നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയെന്ന് നമ്മളോട് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? യെസ്, ദർ ഈസ് എ ലെൻസ് ഇൻ അവർ ഐ. നമ്മുടെ കണ്ണിൽ എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട്. ദിസ് ലെൻസ് ഫോംസ് ഇൻവെർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്സ് വി സീ വിത്ത് അവർ ഐ. Then the inverted image is formed on the screen known as retina. The optic nerve sends this message to the brain. The brain enables the vision of the real erect image. എന്താണ്? നമ്മുടെ കണ്ണിൽ ലെൻസ് ഉണ്ട്. ഇത് നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. കണ്ണിൽ റെറ്റിനയിലാണ് ഈ പ്രതിബിംബം തലകീഴായിട്ട് പതിയുന്നത്. നേത്രനാഡികൾ പ്രതിബിംബത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മുടെ കാഴ്ച സാധ്യമാകുന്നത്? യെസ്, ദർ ഈസ് എ ലെൻസ് ഇൻ അവർ ഐ. ദിസ് ലെൻസ് ഫോംസ് ആൻ ഇൻവെർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്സ് വി സീ വിത്ത് അവർ ഐ. ദ ഇൻവെർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ നോൺ ആസ് റെറ്റിന. The optic nerve sends this message to the brain. The brain enables the vision of the real erect image. Okay. അടുത്ത ചോദ്യം നോക്കൂ. ടി വി കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കുക. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരിക്കണം. കണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട 2 നിർദ്ദേശങ്ങൾ വായിച്ചല്ലോ. മറ്റ് 2 നിർദ്ദേശങ്ങൾ കൂടി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, കെമിക്കൽസ് ഡു നോട്ട് ഫാൾ ഇൻ ടു ദ ഐ. രാസവസ്തുക്കൾ എന്ത് ചെയ്യുക? കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് യുവർ ഐസ് ഫ്രം ഷാർപ്പ് ഒബ്ജക്ട്സ് വൈൽ പ്ലേയിങ്. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രം എ നിരീക്ഷിച്ചതിന് ശേഷം ചിത്രീകരണം ബി പൂർത്തീകരിക്കുക. എ നോക്കൂ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് കത്തുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. അനുദിനം ശോഷിച്ചു വരുന്നു. ഉപയോഗം പരമാവധി കുറയ്ക്കണം. കൽക്കരി. ദെൻ ചിത്രം ബിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണല്ലേ. അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഇതുപോലെ. യെസ്, മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? അനുദിനം ശോഷിച്ചു വരുന്നു. ഇത് നമുക്ക് എന്ത് എഴുതാം? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ എന്ത് എഴുതാം? യെസ്, ഒരിക്കലും തീർന്നു പോകുന്നില്ല. ദെൻ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, ഷുഡ് യൂസ് മോർ. പരമാവധി ഉപയോഗിക്കണം. ദെൻ നെക്സ്റ്റ് നോക്കൂ. കൽക്കരിയല്ലേ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എക്സാമ്പിളായിട്ട് എന്ത് എഴുതാം? അതെ, സോളാർ എനർജി അഥവാ സൗരോർജം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.